ലേസൊക്കെ വെച്ച് തയ്ച്ചിട്ടുണ്ട്. പാൻറ് ഇതിൻ്റേതല്ല, അത് വീട്ടിലിടുന്ന പാൻറ്റാണ്. അപ്പം റേഞ്ച് എടുത്ത് ഇത്രയും കൈയൊക്കെ എടുത്ത് തയ്ച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ പറയുക, തയ്ക്കുക. തയ്ക്കാൻ അറിയാമെങ്കിൽ ആരോടും ചോദിക്കണ്ടല്ലോ. നമുക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ 2 2.25 സാലി റോസിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരു ചുരിദാറിന്റെ കട്ടിങ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വേണമെങ്കിൽ സ്റ്റിച്ചിങ്ങും കാണിക്കാം. പ്രത്യേകതയൊന്നുമില്ല, പക്ഷേ ഒരു എലഗൻറ്റ് ലുക്കിലായിരിക്കും നമ്മൾ ലാസ്റ്റ് തയ്ച്ചെടുക്കുന്നത്. എന്താ പറയുന്നറിയോ? കഴിഞ്ഞ ദിവസത്തെ കട്ടിങ് വീഡിയോ കണ്ടിട്ട് ഒരാൾ പറയുക, ടീച്ചർ എന്താ മുഖം കാണിക്കാത്ത, ടീച്ചറിൻ്റെ മുഖം കാണണം. എന്നാ കണ്ടോളാം, കണ്ടോണ്ടെന്ന് കരുതിയ ഇന്ന് മുഖം കാണിച്ചേക്കാന്ന് വെച്ചാൽ. നമ്മുടെ തുണിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ കളർ നല്ല രസമല്ലേ, ലൈറ്റ് ലാവണ്ടർ. ആ കളറിൻ്റെ ഇഷ്ടം കൊണ്ട്, കളറിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ എടുത്തതാണേ. ഇത് 2 മീറ്ററേ ഉള്ളൂ, കട്ട് പീസാണ്. അപ്പം ഈ മെറ്റീരിയൽ ഒരു നല്ല കോട്ടൺ തുണിയാണ്. എനിക്ക് റീസണബിൾ റേറ്റിന് എനിക്ക് കട്ട് പീസ് ആയതുകൊണ്ട് കിട്ടി. ഇതിന് ഞാൻ പറഞ്ഞിട്ട് 2 മീറ്ററേ ഉള്ളൂ. സത്യത്തിൽ ഇത് ഞാൻ നോക്കിയപ്പം 40 ഇഞ്ചേ ഉള്ളൂ നീളം. എനിക്ക് 47-48 ഇഞ്ച് നീളം വേണം. ഞാൻ ഒപ്പിക്കും. എങ്ങനെ ഒപ്പിക്കുന്നൊക്കെ നിങ്ങളെ കാണിച്ചു തരാവേ. ഒപ്പിയിട്ട് പഠിപ്പിക്കണ്ടേ, ചുമ്മാ വെട്ടി തയ്ക്കാൻ പഠിപ്പിച്ചാൽ പോരല്ലോ. അപ്പം ഇവിടെ ഇതിന് വേറൊരു പ്രത്യേകതയുള്ളത്, ഇത് കണ്ടോ, ഇതിൻ്റെ ഡിസൈൻ ഈ പൂക്കൾ നോക്കിയാൽ അറിയാം. ഇതിൻ്റെ മോസ്റ്റ് ഓഫ് ദ പൂക്കളും മേളിലോട്ടാണ്. അതിൽ 1-2 മാത്രമേ താഴേക്കുള്ളൂ. അപ്പം നമുക്ക് ഒന്നിച്ചിട്ട് സാധാരണ പോലെ ഇങ്ങനെ ഇട്ട് വെട്ടാൻ ബുദ്ധിമുട്ട് വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ, ഒരു പീസ് ഫ്രണ്ട് പാർട്ട് വെട്ടിയിട്ട് തുണി തിരിച്ചിട്ടിട്ട് തന്നെ മറിച്ചിട്ടോ അല്ലെ തിരിച്ചിട്ടിട്ട് അടുത്ത പാർട്ട് വെട്ടും. എന്നാലേ നമുക്ക് 2 ഭാഗവും ഒരുപോലെ കിട്ടത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് അത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തു വെക്കട്ടെ. നമുക്ക് ഇവിടുന്ന് തുടങ്ങാവേ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം എല്ലാം എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന വീതി, എത്ര വീതിയാണ് തുണി എടുത്തേക്കുന്നത് നോക്കി, 13 ഇഞ്ചിലാണ് എടുത്തേക്കുന്നത്. നമ്മളിത് എങ്ങനെയാണ് 13 ഇഞ്ച് എന്നുള്ളത് അറിയുന്നത്? നമുക്ക് ഒരു ചുരിദാറിന് മാക്സിമം വേണ്ടത് ഹിപ്പിനാണ്. അപ്പം നമ്മൾ ഹിപ്പിൻ്റെ വണ്ണത്തിൻ്റെ കൂടെ 2 കൂട്ടിയിട്ട് 4 കണ്ടല്ലേ ഹിപ്പിൻ്റെ വണ്ണം എടുക്കുന്നത്. എനിക്ക് 10 അപ്പോൾ 1 ഇഞ്ച് കൂടെ 11.5 വേണ്ടേ, അതിനോടൊരു 1 ഇഞ്ച് കൂടെ 12.5, മാക്സിമം 13, അത്രയും മതി എനിക്ക്. അങ്ങനെ എല്ലാവരും എടുക്കുന്നത് കേട്ടോ, എല്ലാവർക്കും വേണ്ടിയാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് ചെസ്റ്റ് 37 അപ്പം ഇതിന് നെക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഞാൻ വരയ്ക്കുന്നില്ല, ഞാൻ പാറ്റേൺ വെച്ച് ക്യാൻവാസ് വെച്ച് നിങ്ങളെ തയ്ച്ച് കാണിക്കാം. സാധാ ഇച്ചിരി കഴുത്ത് വിട്ടോടുകൂടി എടുത്തിട്ട് ഫ്രണ്ടിലൊരു വി പോലെ വരുന്നതാണ്. അപ്പം നമ്മൾ അതിനു വേണ്ടി അങ്ങനത്തെ നെക്ക് നമുക്ക് തയ്ക്കണമെങ്കിൽ നമ്മൾ 4.5 ഇഞ്ചാണ് നെക്കിൻ്റെ വിട്ടെടുക്കുന്നത്. 4.5 ഇഞ്ച് നെക്കിൻ്റെ വിട്ടെടുത്തു. അപ്പോൾ ഓർക്കണം, ഇവിടെ തയ്യൽ തുമ്പ് പോകുന്നില്ല. ക്യാൻവാസ് ആകുമ്പോൾ കറക്റ്റ് 4.5 തന്നെ കിട്ടും. അതിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് നമുക്ക് 5.5 എടുക്കണം. ഇറക്കം 5.5 ഇഞ്ച് ഫ്രണ്ടിൽ എടുക്കും നമ്മൾ. അപ്പോൾ നമ്മൾ ഇത് വരയ്ക്കുന്നില്ല, ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഡ്രോ ചെയ്യുകയാണേ. ഉണ്ടോ? അപ്പോൾ ശരിക്കൊരു ബ്രോഡ് നെക്ക് അല്ലേ. ഇതിനകത്താണ് നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്ത്. ഇവിടെ ഞാൻ വരയ്ക്കുന്ന എൻ്റെ ഷോൾഡർ എന്ന് പറഞ്ഞാൽ 15.5. 15.5യുടെ പകുതി 7.25 ആണ് യഥാർത്ഥ എൻ്റെ ഫുൾ ഷോൾഡർ. പക്ഷേ നമുക്ക് ഈ ചുരിദാറിന് ഈ 4.5 ഇഞ്ച് വിട്ടുള്ള നെക്ക് തയ്ക്കുമ്പോൾ ഏതാണ്ട് 5.5 പിന്നെ ഒരു കുഴിയും വരുന്നുണ്ട് അല്ലേ. അപ്പം ബാക്ക് നെക്കും ഞാൻ 5 ഇഞ്ച് താഴ്ത്തും. അപ്പോൾ ഒരുവിധം നല്ല വൈഡായിട്ടുള്ള ഒരു നെക്കല്ലേ. അത് കാരണം നമുക്ക് ഈ 7.25 എന്നുള്ളത് നമുക്ക് എത്രയിലേക്ക് കുറയ്ക്കാം, 6.25 നമുക്കിതിൻ്റെ ഷോൾഡർ കുറയ്ക്കാം. നിങ്ങൾ കണ്ടോ, എൻ്റെ ഷോൾഡർ എന്ന് പറഞ്ഞാൽ 15.5. 15.5യുടെ പകുതി 7.25 ആണ് യഥാർത്ഥ എൻ്റെ ഫുൾ ഷോൾഡർ. പക്ഷേ നമുക്ക് ഈ ചുരിദാറിന് ഈ 4.5 ഇഞ്ച് വിട്ടുള്ള നെക്ക് തയ്ക്കുമ്പോൾ ഏതാണ്ട് 5.5 പിന്നെ ഒരു കുഴിയും വരുന്നുണ്ട് അല്ലേ. അപ്പം ബാക്ക് നെക്കും ഞാൻ 5 ഇഞ്ച് താഴ്ത്തും. അപ്പോൾ ഒരുവിധം നല്ല വൈഡായിട്ടുള്ള ഒരു നെക്കല്ലേ. അത് കാരണം നമുക്ക് ഈ 7.25 എന്നുള്ളത് നമുക്ക് എത്രയിലേക്ക് കുറയ്ക്കാം, 6.25 നമുക്കിതിൻ്റെ ഷോൾഡർ കുറയ്ക്കാം. നിങ്ങൾ കണ്ടോ, 6.25. ഞാൻ ഇത് ഉപയോഗിക്കുക, കാരണം നീല നിറം ഇത് കാണാൻ പറ്റുന്നുണ്ടോ ചോദിച്ചാൽ ചുമല് ഇത് കാണാവോ? കാണാം അല്ലേ. അപ്പോൾ 6.25 നമ്മളിത് എടുത്തു. പിന്നെ നമുക്ക് താഴേക്കുള്ള ആം ഹോൾ ഡെപ്ത് എന്ന് പറയുന്നത് ഞാൻ 7 ഇഞ്ച് എടുക്കുക. 7 ഇഞ്ച് എടുത്തിട്ട് നമുക്കത് കൂട്ടിച്ചേർത്ത് നോക്കാം. ഇതും കൂടി നമ്മൾ കൂട്ടിച്ചേർക്കുന്നു. 37, ചെസ്റ്റ് 37, അതിൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടി 37, 4, 41. 41ൻ്റെ 4 10.25. ആ 10.25 നമുക്കിവിടെ അടയാളപ്പെടുത്താം. 10.25 അടയാളപ്പെടുത്തി
നമുക്ക് അവിടെ നിന്ന് 1.5 ഇഞ്ച് സീം അലവൻസും അടയാളപ്പെടുത്തിയിട്ട് നമുക്കിതിനെ ചെസ്റ്റ് റൗണ്ട് ഒന്ന് വരച്ചിട്ടേക്കാം. ഞാൻ വലിയ കടുപ്പിച്ച് വരയ്ക്കുന്നില്ലേ, ചെസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്തി. ഇനി നമുക്ക് എന്നാ ചെയ്യണം, ഈ നമ്മുടെ ദൂരമില്ല ഇതിനകത്തുനിന്ന് 1/2 ഇഞ്ച് നമുക്ക് സ്ലോപ്പ് വേണം. കറക്റ്റ് 1/2 ഇഞ്ച് സ്ലോപ്പ് കൊടുത്തു. അവിടെ നിന്ന് ബാക്കിയുള്ള 7 ഇല്ല 6.25 ഉള്ളൂ. അതിൻ്റെ മിഡ് പോയിന്റിൽ നമ്മളൊരു പോയിന്റ് കണ്ടെത്തി. ഈ പോയിന്റും ഈ പോയിന്റൂടെ ചേർത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഫ്രഞ്ച് കേർവ് യൂസ് ചെയ്ത് നമുക്ക് ഷോൾഡർ ആം ഹോൾ നമുക്ക് വരയ്ക്കാം. ആം ഹോൾ വരച്ചു കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആം ഹോളും വരച്ചു. ഇനി നമുക്ക് ഈ ആം ഹോൾ ഒന്ന് മെഷർ ചെയ്യണം. ആം ഹോൾ മെഷർ ചെയ്യാനായിട്ട് ഈ 1/2 ഇഞ്ച് സ്ലോപ്പ് ഉണ്ടല്ലോ, അത് വിട്ടിട്ട് അവിടുന്ന് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പും ഇറക്കിയിട്ട് അവിടുന്ന് കറക്റ്റായിട്ട് നമുക്ക് നോക്കുക. എനിക്ക് 8.5 കിട്ടണം. എത്ര ഉണ്ട് ഇത് 8.25 ഉണ്ട്. 9 തൊട്ടിപ്പുറം വരെ ഉണ്ട്. ഇത് വലിയ കൂടുതലൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം ഇവിടെയൊക്കെ തയ്ച്ചൊക്കെ പോയി കഴിഞ്ഞ് നമുക്കിത് വലിയ കൂടുതലല്ല. ഇത് ഇരുന്നോട്ടെ അല്ലേ, ചുരിദാറല്ലേ. ആം ഹോളും ഷോൾഡറും ഇത്ര നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ബാക്കി കാര്യങ്ങളിൽ നമുക്ക് എളുപ്പമുള്ളതാണ്. നമ്മുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഞാൻ 15 എനിക്ക് സ്ലിറ്റ് 21 അത് 2 പോയിന്റ് ഞാനൊന്ന് വരയ്ക്കട്ടെ. ഇനിയും നമുക്ക് എത്രയാണ് വേസ്റ്റ് എന്നറിയാമോ? 33. 33 2 35. 35ൻ്റെ 4 8.25. ആ 8.25 നമ്മൾ കൊടുക്കുന്നു. ഇവിടെ നമുക്ക് ഈ അഥവാ ടക്ക് ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1/2 ഇഞ്ച് എക്സ്ട്രാ ലൂസ് കൊടുക്കാം. 8.25 1/2 കൂട്ടി 9.25 എടുക്കാം ടക്ക് കൊടുക്കണമെങ്കിൽ കേട്ടോ. ഇനി നമ്മളതിന് എന്ത് ചെയ്യണം, 1.5 ഇഞ്ച് സീം അലവൻസും കൊടുക്കുന്നു. ഹിപ്പിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 40 അപ്പോൾ 40-നോട് 2 ഇഞ്ച് കൂട്ടി 42ൻ്റെ 4 10.5. നമ്മൾ 10.5 ഇവിടെ അളന്നു. എത്ര നമുക്ക് ഇവിടെ കൊടുക്കണം? 1 ഇഞ്ച് മതി ഇല്ലേ, 1 ഇഞ്ച് മതി. ഏതിനാണ്? സ്ലിറ്റ് തയ്ക്കാനായിട്ട്. ഇനി നമ്മൾ ഏറ്റവും താഴെ നമുക്ക് എത്ര ഇറക്കമുണ്ടോ അവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇനിയും പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ഫ്രണ്ടിലെ നെക്ക് വരയ്ക്കുന്നില്ല, ബാക്കി നമുക്കിങ്ങനെ കട്ട് ചെയ്ത് പോകാം. അപ്പോൾ ഇതൊന്ന് അടയാളപ്പെടുത്തട്ടെ. ഇവിടെ ബസ്റ്റ് അടയാളപ്പെടുത്തേണ്ട ആവശ്യമില്ല, കാരണം ബസ്റ്റ് എപ്പോഴും വേണ്ടത് ചെസ്റ്റും ബസ്റ്റും തമ്മിൽ ഒരു 3 ഇഞ്ചിൽ കൂടുതൽ, 3ഓ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ മാത്രമേ ബസ്റ്റ് അടയാളപ്പെടുത്തിയിട്ട് ഷേപ്പ് ആക്കിയാൽ മതി. അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ല. കണ്ടോ, ഇത്രയേ ഉള്ളൂ, ഒന്നുമില്ല. ഇനി പിന്നെ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വെട്ടണം. ഇപ്പം വെട്ടുന്നില്ല, കാരണം ഇത് വെച്ച് നമുക്ക് ബാക്ക് പാർട്ട് വെട്ടണ്ടേ. അപ്പോൾ ഞാൻ ഏറ്റവും അടിയിലത്തെ വണ്ണം എന്ന് പറയുന്നത്, ഇതും ചിലർക്ക് സംശയം കാണും. എന്താ സംശയം എന്ന് ചോദിച്ചാൽ, ഇവിടെ കിട്ടുന്ന നമ്മുടെ ഈ ദൂരമില്ലേ, ഇത് എത്രയാണോ അതിൻ്റെ കൂടെ only 1 ഇഞ്ച് കൂട്ടിയാൽ മതി നമുക്ക് കേട്ടോ. അപ്പോൾ എനിക്കിത് 11.25 അപ്പോൾ എത്ര കിട്ടണം? 12.25 കിട്ടിയാൽ മതി. 12.25. അല്ലെങ്കിൽ ഇനി കൂടുതൽ സ്ലിറ്റ് വേണമെന്നുണ്ടെങ്കിൽ 13 നമുക്ക് ഇട്ടേക്കാം. അപ്പോൾ 13 ഞാനിവിടെ മാർക്ക് ചെയ്തു. സ്ലിറ്റിൽ വെടുത്ത് വേണമെങ്കിൽ അതും ഈ പോയിന്റും ഈ പോയിന്റൂടെ ചേർത്ത് നമുക്കതങ്ങ് വരയ്ക്കാം. അത്രേ ഉള്ളൂ. നമുക്കിത് കട്ട് ചെയ്തെടുക്കാവേ. നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് വെട്ടാൻ പറ്റുമോ? ഇല്ല. എന്നാ എടുക്കണം? ഈ ഡിസൈൻ കണ്ടോ, നേരെ തിരിച്ചല്ല നിൽക്കുന്നത്. നമ്മൾ ഇതിനെ ഇങ്ങോട്ട് തിരിച്ചിടും. തിരിച്ചിട്ടിട്ടേ നമുക്ക് രണ്ടാമത്തെ പീസ് കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പാർട്ട് എടുത്ത് ബാക്ക് പാർട്ടിൽ വെച്ചിട്ട് അതുപോലെ തന്നെ നമ്മൾ ട്രേസ് ചെയ്ത് അടയാളപ്പെടുത്തുന്നു. ഒരു മാറ്റവും ഇല്ല, കൂടുതലും കുറവൊന്നുമില്ല. സ്ലിറ്റ് ഒന്ന് അടയാളപ്പെടുത്തുന്നു. അത്രയേ ഉള്ളൂ. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. രണ്ടാമത്തെ പാർട്ട് കട്ട് ചെയ്യുമ്പോഴും ഇവിടെ ഒരു നോച്ചിട്ട് കൊടുക്കാൻ മറക്കരുത്. ചെറിയ സ്ട്രോക്കുണ്ട്, അതൊക്കെ ഞാൻ ചെയ്യാം.
ഒഴിച്ചു വിട്ടേക്കാം. രണ്ടായിട്ട് മടക്കുന്നേ. ഇത് രണ്ടായിട്ട് നമ്മൾ മടക്കിയിട്ട് ഒന്നും കൂടെ തിരിച്ച് മടക്കും. നമുക്ക് 37 ചെസ്റ്റ് അളവുള്ള ആൾക്ക് എത്ര സ്ലീവ് വേണം? 37. ബോഡി എടുത്ത മെഷർമെൻറ്റ് 37. 37ൻ്റെ 4 എത്ര കേട്ടോ? 9 4 9.5. 9.4. 9.4 മതി അല്ലേ? 9.5. തുണി ഒത്തിരി ഉണ്ട്. 9.25 കേട്ടോ. അപ്പം നമുക്ക് ഇതൊക്കെ നോക്കാം. ഇത് 9 ഉണ്ട്. നമുക്കിത് മതി. അല്ലെ നമുക്കിത് സ്വല്പം കൂടെ നീട്ടിടാനുണ്ടോ? ഇല്ല, ഇത് മതി. ഇതുകൊണ്ട് നമുക്കിതുകൊണ്ട് തയ്ക്കാം. തുണി വേണമെങ്കിൽ ഇവിടുന്ന് എടുക്കാം, പക്ഷെ നമുക്ക് കോളറൊക്കെ വെക്കാണ്ട്. ഇനി ഞാൻ ഇതിങ്ങനെ ഇടുന്നു, തിരിച്ചിടുന്നു. കണ്ടില്ല? നമുക്ക് മാക്സിമം അളവ് എത്ര ഉണ്ടോ അപ്പം നമുക്കിപ്പം കിട്ടുന്നത് ഇതുണ്ടോ? 9ഉം 9.4, കഷ്ടിച്ച് 9.4 ഉള്ളൂ. അപ്പോൾ ആ 9.4 കൊണ്ട് ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്യാനേ. നമുക്ക് നോക്കാം. നമുക്ക് 2 പീസുണ്ട്. ഇത് കണ്ടോ? അപ്പോൾ 2 കൈയും നമുക്കൊന്നിച്ച് വെട്ടിയെടുക്കാം. നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ നോക്കുക. നമ്മുടെ സ്ലീവിൻ്റെ ക്യാപ്പ് ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് 3.25 എടുക്കാം. 3.25 എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 3.25 നമുക്ക് ഒരു ലൈൻ വരയ്ക്കാം. നമ്മൾ അപ്പുറത്തെ എത്രയാണ് നമ്മൾ ഇത് ആം ഹോൾ റൗണ്ട് എടുത്തേക്കുന്നത്? 8.25. 9 ഉണ്ടായിരുന്നു ഇതില്ലേ? 9 ഇല്ല, 8.25. അപ്പോൾ നമുക്ക് ആ 8.25 ഇവിടെയും നമുക്ക് മെഷർ ചെയ്യാം. 8.25 എടുത്തു. ഇനി നമുക്ക് കൈയുടെ ഇറക്കം എന്ന് പറയുന്നത് ഉള്ളത് മൊത്തം എടുക്കുമോ? ഞാൻ 16.4 ഉണ്ട്. അത് അത്ര ഇരുന്നോട്ടെ. അപ്പോൾ 16.4 നമ്മൾ കൈയുടെ അടിവണ്ണം എന്ന് പറയുന്നത് 5.25 ഇഞ്ച്. ആ 5.25 ഇഞ്ച് അടയാളപ്പെടുത്തി 1.5 ഇഞ്ച് സീമും കൊടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് കൃത്യമായിട്ട് കാണിച്ചു തരാവേ. തുടക്കക്കാരെങ്കിലും വന്നിരിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് 2 ഇഞ്ചിൽ ഒരു പോയിൻറ്റും 1 ഇഞ്ചിൽ ഒരു പോയിൻറ്റും അടയാളപ്പെടുത്തി കേട്ടോ. ഇനി നമുക്ക് ഈ ആകെയുള്ള ഇവിടുന്ന് നമ്മൾ അളക്കുമ്പോൾ ഇത് എത്രയേ ഉള്ളൂ? 8 7.25 ഉള്ളൂ. അതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടിട്ട് അവിടെ ഒരു പോയിൻ്റ് വരച്ചു. നമുക്ക് ആ പോയിന്റിൽ നിന്ന് മുകളിലേക്ക് ഒരു ലൈൻ വരയ്ക്കാം. കണ്ടല്ലോ? ഇനി നമുക്ക് ഈ ആദ്യം വരച്ച 1 പറയുന്ന പോയിന്റില്ലേ? 1 പറയുന്ന പോയിന്റിൽ നിന്ന് ഇങ്ങനെ ഒരു എസ് പോലെ ഇങ്ങനെ വളച്ച് ഇങ്ങനെ നമ്മുടെ കട്ട് പീസ് ചുരിദാർ തുണിയൊക്കെ വെച്ച് നമ്മൾ ഒരു അടിപൊളി എലഗൻ്റ് ആണോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾ പറയണം. നമ്മുടെ ചുരിദാറൊക്കെ തയ്ച്ച് വന്നിട്ടുണ്ട്. കൈയൊക്കെ ഇത്രയൊക്കെ എടുത്തിട്ടുണ്ട്. കണ്ടോ? നൂലൊന്നും കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. മൊത്തത്തിൽ എങ്ങനെ ഉണ്ടോ നിങ്ങൾ നോക്കിക്കേ. നെക്ക് ബ്രോഡ് നെക്കാണ് എടുത്തേക്കുന്നത്. ബ്രോഡ് നെക്കാണ്.
നമ്മൾ എടുത്തിരിക്കുന്നത്. ബാക്കിലും നമ്മൾ 4.5 ഇഞ്ച് താഴ്ത്തി എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് 5.5 ഇഞ്ച്. അങ്ങനെ വേണ്ട, ഇതാണ് നമ്മുടെ കള്ളത്തരം. താഴോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇത് കണ്ടോ, 2 ലേസൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക. എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് അഭിപ്രായം പറയുക. പാൻറ്റ് വേറെ വെറുതെ വീട്ടിലിരുന്ന പാൻറ്റിൻ്റെ മുകളിലാണ് ഇട്ട് വെച്ചേക്കുന്നത്. കൊള്ളാമോ എന്നൊക്കെ നിങ്ങളാണ് അഭിപ്രായം പറയേണ്ടത്. അപ്പം നമുക്ക് തയ്ക്കാൻ അറിയാമെങ്കിൽ ചെറിയ നിസ്സാര വിലയ്ക്കും നമുക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ എടുത്ത് തയ്ക്കാം എന്നുള്ളതാണ് എൻ്റെ പോളിസി. നിങ്ങളുടെ പോളിസി എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടോ എന്ന് പറയും. നല്ല ഹക്കോബാഴ നല്ല നല്ല തുണിയായില്ല, നല്ല സുഖമാണ്. പിന്നെ മറ്റൊരു പ്രത്യേകതയോടെ നിങ്ങൾ അടുത്ത് വരികയാണെങ്കിൽ ഞാൻ കാണിക്കാം. ഷോൾഡർ നോക്കിക്കേ നിങ്ങൾ, ഇത്രയും ഇതേ ഉള്ളൂ. ഇത് കൂടിപ്പോയ ഒരു 1.25-2 ഇഞ്ച് താഴേ ഉള്ളൂ. കണ്ടോ, കൃത്യം ഷാർപ്പായിട്ട് നമ്മുടെ ഷോൾഡർ നിൽക്കുന്നത്. ഒരു സ്വല്പം പോലും അകന്നു പോവുകയോ അല്ലെ നമുക്കൊരു, എന്നാൽ പൊതുവിൽ ഈ ചുരിദാർ കംപ്ലീറ്റ് ഫിറ്റാന്ന് പറയാൻ പറ്റത്തില്ല. ഇത് കണ്ടില്ലേ, ആവശ്യത്തിന് ലൂസൊക്കെ ഉണ്ട്. എങ്കിലും നമുക്ക് ഷോൾഡർ സ്വല്പം പോലും ഊരി പോകത്തില്ലെന്നുള്ള അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ താങ്ക് യു.